എന്താ നിനക്ക് വേണ്ടത്? സാർ, ഞാൻ എൻ്റെ മോനെ കൊണ്ടുപോകാൻ വന്നതാ. എന്റെ മോനാ? ഞങ്ങളുടെ മോനാ അവൻ. അതിലും ഭേദം നീ ഞങ്ങളെ കൊല്ലുന്നതാ. നിനക്ക് വേണമെങ്കിൽ അവനെ കൊണ്ടുപോകാൻ കഴിയും. തടസ്സം നിൽക്കാൻ എനിക്കോ അവൾക്കോ കഴിയില്ല. കാരണം നീ അവന്റെ അച്ഛനാ. 12 കൊല്ലം അവന്റെ അച്ഛനായിട്ട് തന്നെയാ ഈ നെഞ്ചത്തിട്ട് അവനെ വളർത്തിയത്. അമ്മി ഞാൻ കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവന്റെ അമ്മ തന്നെയാ എന്റെ വത്സല. നീ ചത്തെന്നാ കരുതിയത്. അതുകൊണ്ട് തന്നെയാ ഞങ്ങളുടെ സകലതും എഴുതി കൊടുത്ത് അവനെ അമ്മ തൊട്ടിൽ നിന്ന് എടുത്തു വളർത്തിയത്. ചത്ത് ജീവിച്ചു കഴിഞ്ഞാ സാറേ. എന്നാലും ഞാൻ പിടിച്ചു നിന്നത്. മരിക്കുന്നതിടയ്ക്ക് എൻ്റെ മോനെ ഒന്ന് കാണാൻ വന്നത്. വല്ല അനാഥാലയത്തിലോ ആരാൻ്റെ വീട്ടിലെ പറമ്പിൽ പണിയെടുക്കുകയാണെങ്കിൽ കൂടെ കൂട്ടാൻ, കയ്യില്ലാത്ത എന്നെ ഒന്ന് താങ്ങി നിർത്താൻ, സ്നേഹം കിട്ടിയില്ലെങ്കിൽ അതും കൊടുക്കാൻ. എന്റെ സർവീസ് ജീവിതത്തിലെ പ്രമോഷൻ പോലും ഞാൻ വേണ്ടെന്ന് വെച്ചത് അവന് വേണ്ടിയാ. അവിടുന്ന് സ്ഥലം മാറ്റം വാങ്ങി വരുമ്പോൾ ഒരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മോനെ തേടി ആരും വരരുതേ എന്ന്. ആരോരുമില്ലാത്ത ഞങ്ങൾക്ക് അവൻ മാത്രമേ ഉള്ളൂ. സാർ, ഞാൻ എൻ്റെ മോനെ ഒന്ന് കണ്ടോട്ടെ. വേണ്ട. ചിലപ്പോൾ നീ അവനെ കണ്ട നിനക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നീ അവന്റെ അച്ഛനല്ലേ? കുടുംബമൊക്കെ നന്നായി പോകുന്നില്ലേ? കുടുംബം മാത്രമല്ല, കുടുംബവിളക്കും പോയി സാറേ. സാറ് പറഞ്ഞിട്ടാ ഞാൻ അവളെ യോഗക്ക് വിട്ടത്. അവളെ യോഗമാഷൊപ്പം പോയി സാറേ. അത് നിനക്ക് യോഗമില്ലാത്തോണ്ട്. ഇനി എന്താ അന്വേഷിക്കാനാണ് സാറേ? അവരിപ്പോ ആസനത്തിലായിരിക്കും. ആസന? എന്താസനം? യോഗാസനം. അയാളെ ഫോട്ടോ എല്ലാം കയ്യിലുണ്ടോ? ഉണ്ട് സാറേ. എവിടെ നോക്കട്ടെ. ഇതെന്നാ തലയും കുത്തി നിൽക്കുന്നത്? ഇതെന്നടാ QR കോഡോ? സാറേ, അവള് പോയ ടെൻഷനിൽ ഞാൻ അങ്ങനെ ഞെരുക്കിയതാണ്. ഈ ഞെരുക്ക് നീ നേരത്തെ ഞെരുക്കിയായിരുന്നെങ്കിൽ അവൾ അവൻ്റെ കൂടെ പോവായിരുന്നു. ആണ്ട സാറേ, നോക്കുമ്പോ പെടലി വിളിക്കരുത്. അവൻ ശീർഷാസനത്തിലാണ്. എന്ത്? ഞങ്ങൾ അന്വേഷിക്കാം. താനങ്ങ് പൊയ്ക്കോ. ശരി സാർ. അപ്പോ സർ, ചിഞ്ചുറാനിക്കെതിരെ ഒരു വധഭീഷണിയുണ്ട്. നമ്മൾ അവർക്ക് കുറച്ച് ദിവസം പ്രൊട്ടക്ഷൻ കൊടുക്കണം. താനോടൊന്ന് പോ. സാർ, ഇപ്പോൾ പാളയം ഡ്യൂട്ടിക്ക് പോകണ്ടേ? ഒരു ചേഞ്ച് ആയിക്കോട്ടെ. നിങ്ങൾ പൊയ്ക്കോ. ശരി സർ. കൂടെ വനിതാ പോലീസും ഉണ്ടല്ലോ അല്ലേ സാറേ?